അടുത്ത ചോദ്യം ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 46-ാം പേജിലെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യം നോക്കൂ. ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കുന്നു. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? അപ്പോൾ ചിത്രത്തിൽ നമുക്ക് ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ക്ലോക്ക്. ആ ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ചപ്പോൾ നമുക്ക് ഒരു ത്രികോണം കിട്ടി. അപ്പോൾ 1 എന്ന സംഖ്യയിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര? കോൺ 8, 1, 4 എത്ര? അതേപോലെ കോൺ 8, 4, 1 എത്ര? കോൺ 4, 8, 1 എത്ര? അതാണ് ആദ്യത്തെ ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം, ഇതിലെ സംഖ്യകൾ യോജിപ്പിച്ച് നമുക്ക് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഈ ചോദ്യത്തിൻ്റെ പരിഹാരം കാണുന്നതിന് നമുക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ, അതായത് ബേസിക് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ക്ലോക്കിൽ ആകെ 12 ഭാഗങ്ങളാണ് ഉള്ളത്. 1 മുതൽ 12 വരെ. ഇനി വൃത്തത്തിൻ്റെ ആകെ കേന്ദ്രകോണ് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ക്ലോക്കിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്ക് ഇടയിലുള്ള കേന്ദ്രകോൺ എത്രയായിരിക്കും? ആകെയുള്ള 360-നെ 12ആയി ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലോക്കിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്ക് ഇടയിലുള്ള കേന്ദ്രകോൺ 360/12 30 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ചോദ്യത്തിലെ ഒന്നാം ഭാഗത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾക്ക് ഇടയിലുള്ള കേന്ദ്രകോണ് 30 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ. ഇനി ചോദ്യത്തിൻ്റെ ഒന്നാം ഭാഗം നോക്കാം. ഒന്നാം ഭാഗത്തിൽ നമുക്ക് ഇതാണ് നമ്മുടെ ത്രികോണം. ത്രികോണം 1, 4, 8. അപ്പം നമുക്ക് ഈ ത്രികോണത്തിൻ്റെ കോണുകൾ കണക്കാക്കാൻ ഈ ത്രികോണത്തിൻ്റെ മൂലകൾ ഏതൊക്കെ സംഖ്യകളാണുള്ളത്? 1, 4, 8 എന്നീ സംഖ്യകളിലാണ് ഈ ത്രികോണത്തിൻ്റെ മൂലകൾ ഉള്ളത്. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഓരോ കോണും അതിൻ്റെ എതിർവശത്തുള്ള ചാപത്തിൻ്റെ കേന്ദ്രകോൺ അതിൻ്റെ പകുതിയായിരിക്കും. അതായത് ഓരോ കോണും അതിൻ്റെ എതിർവശത്തുള്ള ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് എന്ന് നമുക്ക് അറിയാം. ഇനി നമുക്ക് ആദ്യം സംഖ്യ 8-ൽ ഉണ്ടാകുന്ന കേന്ദ്രകോൺ എത്രയാണെന്ന് പരിശോധിച്ചാലോ? അതിനുവേണ്ടി കോൺ 1, 8, 4 അതിൻ്റെ എതിർചാപം എത്രയാണ്? അതിൻ്റെ എതിർചാപം 1 മുതൽ 4 വരെയാണ്. ഈ 1 മുതൽ 4 വരെയുള്ള ചാപത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? അതെ,
3 ഭാഗങ്ങളാണുള്ളത്. 1, 2, 2, 3, 3, 4. അപ്പോൾ 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങളുള്ള ചാപത്തിൻ്റെ കേന്ദ്രകോൺ എത്രയാണ്? നമ്മൾ നേരത്തെ ഒരു ഭാഗം 30 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഭാഗം 3 × 30 90 ഡിഗ്രിയാണ്. ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് സംഖ്യ 8-ലുണ്ടാകുന്ന കോൺ എത്രയാണ്? 90ൻ്റെ പകുതിയായ 45 ഡിഗ്രിയാണ്. ഓക്കെ. ഇതേപോലെ നമുക്ക് സംഖ്യ 4-ൽ ഉണ്ടാകുന്ന കോൺ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ എതിർചാപം ഏതായിരിക്കും? 4-ലുള്ള കോൺ എന്ന് പറഞ്ഞാൽ 8, 4, 1 ആണ്. അതിൻ്റെ എതിർചാപം 8 മുതൽ 1 വരെയാണ്. അതിലെത്ര ഭാഗങ്ങളുണ്ട്? അതെ, 5 ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ? 8 × 9 1, 9 × 10 2, 10 × 11 3, 11 × 12 4, 12 × 1 5. ഇനി 8 മുതൽ 1 വരെയുള്ള ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ എത്ര അളവായിരിക്കും? 5 × 30, അതായത് 150 ഡിഗ്രി ആയിരിക്കും. ചാപത്തിൻ്റെ കേന്ദ്രകോൺ 150 ഡിഗ്രി ആയാൽ സംഖ്യ 4-ൽ ഉണ്ടാകുന്ന കോണിൻ്റെ അളവ് എത്രയായിരിക്കും? 150ൻ്റെ പകുതി 75 ആയിരിക്കും. ഓക്കെ. ഇനി സംഖ്യ 1-ൽ ഉണ്ടാകുന്ന കോൺ എത്രയാണ്? അപ്പോൾ ആദ്യം സംഖ്യ 1-ൽ ഉണ്ടാകുന്ന കോൺ ആയ 8, 1, 4 അതിൻ്റെ എതിർചാപം ഏതാണ്? എതിർചാപം 4 മുതൽ 8 വരെയാണ്. ഇതിലെത്ര ഭാഗമുണ്ട്? 1, 2, 3, 4. 4 ഭാഗങ്ങളാണ് ഉള്ളത്. 4 മുതൽ 5 വരെ. 5 × 6, 6 × 7, 7 × 8. ഒരു ഭാഗത്തിൻ്റെ അളവ് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രകോണിൻ്റെ അളവ് എത്രയായിരിക്കും? 4 × 30 120 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രി ഉള്ള ചാപമാണ് സംഖ്യ 1-ൻ്റെ എതിർചാപം. അപ്പോൾ ഇതിൽ നിന്നും സംഖ്യ 1-ലെ കോണിൻ്റെ അളവ് എത്ര കിട്ടും? അതെ, നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. 120ൻ്റെ പകുതി. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് സംഖ്യ 1-ൻ്റെ കോൺ ഇങ്ങനെ കണ്ടുപിടിക്കണമെന്നില്ല. നമുക്ക് സംഖ്യ 8-ലെ കോണ് 45 ഡിഗ്രിയാണ് എന്നും 4-ലെ കോണ് 75 ഡിഗ്രിയാണെന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് 180-ൽ നിന്നും 45 + 75 എത്രയാണ്? 120. അപ്പോൾ 180 - 120 60 എന്ന് കിട്ടും. നമുക്ക് സംഖ്യ 1-ലുണ്ടാകുന്ന കോൺ, അതായത് 2 കോണുകൾ കിട്ടിയാൽ മൂന്നാമത്തെ കോൺ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 180-ൽ നിന്നും മറ്റ് 2 സംഖ്യകളുടെ കോണിൻ്റെ തുക കുറച്ചാൽ മതി. ഓക്കെ. ഇനി ഈ ചോദ്യത്തിൻ്റെ
രണ്ടാം ഭാഗം എന്താണ്? ഇതാണ് രണ്ടാം ഭാഗം. ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഒരു സമഭുജ ത്രികോണത്തിന്റെ 3 കോണുകളും 60 ഡിഗ്രി വീതം ആയിരിക്കുമെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ത്രികോണത്തിന്റെ ഓരോ വശത്തിൻ്റെയും എതിർചാപത്തിന്റെ കേന്ദ്രകോൺ ഇതിന്റെ ഇരട്ടിയായിരിക്കുമല്ലോ. 60 × 20. ഒരു കോണിന്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ എതിർചാപത്തിന്റെ കേന്ദ്രകോൺ. അപ്പോൾ 120 ഡിഗ്രി ആയിരിക്കും ഏത് കേന്ദ്രകോണിന്റെ എതിർ ചാപത്തിന്റെ കേന്ദ്രകോൺ. ഓക്കെ, ഇനി 120 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. 120 ഡിഗ്രി കിട്ടണമെങ്കിൽ നമുക്ക് എത്ര ഭാഗങ്ങൾ വേണം? ഒരു ഭാഗത്തിന്റെ അളവ് 30 ഡിഗ്രിയാണെന്നറിയാം. അപ്പോൾ 120 ഡിഗ്രി കിട്ടണമെങ്കിൽ 120/30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 ഭാഗങ്ങൾ എന്ന് കിട്ടും. അതായത് 4 ഭാഗങ്ങൾ കൂടുമ്പോഴാണ് 120 ഡിഗ്രി കേന്ദ്രകോണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് 12 തുടങ്ങുകയാണെങ്കിൽ 12, 1, 2, 3 അത്രയും ചേർന്നതായിരിക്കും ഒരെണ്ണം. അതായത് ഒരു കോൺ കിട്ടാൻ നമ്മൾ 12, 1, 2, 3 എടുക്കണം. ഇനി രണ്ടാമത്തെ കോണ് കിട്ടാൻ 4 തുടങ്ങുന്നു. 4, 5, 6, 7, 8. പിന്നെ മൂന്നാമത്തേത് കിട്ടാൻ 9, 10, 11, 12. അപ്പോൾ തുടക്കത്തിലുള്ള സംഖ്യകൾ എഴുതിയിട്ട് നമുക്ക് എത്ര ഗ്രൂപ്പുകൾ കിട്ടും നോക്കാം. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ 12-ലും 4-ലും അതേപോലെ 8-ലും ആയിരിക്കും നമ്മുടെ കോണുകൾ വരുന്നത്. അതായത് 12-ൽ നിന്നും 4-ലേക്ക് ഒരു വശം, 4-ൽ നിന്നും 8-ലേക്ക് അടുത്ത വശം, 8-ൽ നിന്നും 12-ലേക്ക് അടുത്ത വശം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതായിരിക്കും? 12, 4, 8. ഇനി അടുത്ത ഗ്രൂപ്പ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? 12-ന് പകരം 1 എടുക്കാം. 1 എടുത്താൽ 1, 5, 9. മൂന്നാമത്തെ ഗ്രൂപ്പ് ഏതായിരിക്കും? 2, 6, 10. നാലാമത്തെ ഗ്രൂപ്പ് ഏതായിരിക്കും? 3, 7, 11. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 4, 8, 12. പക്ഷേ ഇത് ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഇനി വേറെ ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല. അതായത് നമുക്ക് 4 വ്യത്യസ്ത സമഭുജ ത്രികോണങ്ങളായിരിക്കും വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ്? ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് ആകെ 4 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഒരു സമഭുജ ത്രികോണത്തിലെ എല്ലാ കോണുകളും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓരോ വശത്തിൻ്റെയും എതിരെ കിടക്കുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണ് 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 120 ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, തുടർച്ചയായ 4 ഭാഗങ്ങൾ വേണം. അപ്പം നമ്മൾ 12 എന്ന് എടുക്കുകയാണെങ്കിൽ 12, 1, 1, 2, 2, 3, 3, 4 അത്രയും ഭാഗം ഒരു വശമായിരിക്കും തരിക. അപ്പോൾ രണ്ടാമത്തെ വശത്തിന് 4-ൽ തുടങ്ങണം. അപ്പോൾ 4, 5, 1, 5, 6, 2, 6, 7, 3, 7, 8, 4. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇത് കിട്ടും. ഇനി നമ്മൾ എന്താണ്, 8-ലാണ് അടുത്ത് തുടങ്ങുന്നത്. 8, 9, 1, 9, 10, 2, 10, 11, 3,
11, 12, 4. അപ്പോൾ നമുക്ക് മൊത്തം ആയി. അപ്പോൾ നമുക്ക് ഒരു ത്രികോണം കിട്ടി. ഇനി 12 തുടങ്ങുന്നതിന് പകരം 1 തുടങ്ങാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ത്രികോണം കിട്ടും. രണ്ടാമത്തെ സമഭുജ ത്രികോണം കിട്ടും. 2 തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തത് കിട്ടും. 3 തുടങ്ങിക്കഴിഞ്ഞാൽ നാലാമത്തത് കിട്ടും. ഇനി നമ്മൾ വേറെ എവിടെ തുടങ്ങുകയാണെങ്കിലും ഈ 4 ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കും ആ സമഭുജ ത്രികോണം. ഓക്കെ. അപ്പോൾ നമ്മുടെ എന്താണ് ക്ലോക്കിൽ 12 ഭാഗങ്ങളാണുള്ളത്, തുല്യ ഭാഗങ്ങളാണുള്ളത്. 12 തുല്യ ഭാഗങ്ങളാവുന്ന സമയത്ത് നമുക്ക് 4 സമഭുജ ത്രികോണങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ശരി.